ഹലോ എവ്രി വൺ, ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ. ഇന്ന് എൻ്റെ ലക്കി ബാംബുവിൻ്റെ കളക്ഷൻസ് ആണ് കാണുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം 2 പ്രാവശ്യം ലക്കി ബാംബുവിൻ്റെ അറേഞ്ച്മെൻറ്റ്സിൻ്റെ വീഡിയോ കണ്ടിരുന്നു. അന്ന് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മുടെ എൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം. ഈ ലക്കി ബാംബു ഒത്തിരി നല്ലതായിട്ട് വളരുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. നമ്മുടെ ഒരു കാര്യമായ കെയർ ഒന്നും തന്നെ ആവശ്യമില്ലാതെ നല്ല രീതിയിൽ വളർന്നു വരുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. നമ്മൾ 500-1000 രൂപ കൊടുത്ത് വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഇങ്ങനത്തെ ലക്കി ബാംബുവിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് 0 കോസ്റ്റിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ കെയർ എങ്ങനെയാണ്, നമ്മൾ അന്ന് ഉണ്ടാക്കിയ ലക്കി ബാംബുവിൻ്റെ ഇന്ന് എത്രയുണ്ട് ഗ്രോത്ത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഇത് നമ്മൾ ഡിസംബറിൽ ഉണ്ടാക്കിയ ലക്കി ബാംബുവിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. 2 ലെയറായിട്ട് നമ്മൾ സ്റ്റെമ്മൊക്കെ സാറ്റിൻ റിബൺ വെച്ച് കെട്ടിക്കൊടുത്തിരുന്നു. എല്ലാ സ്റ്റെമ്മിൽ നിന്നും തന്നെ ഷൂട്ട്സൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിതൊരു ഗ്ലാസ് ബൗളിലാണ് അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കൂട്ടത്തിൽ വൈറ്റ് പെബിൾസും ബ്ലൂ പെബിൾസും ഒക്കെ ഇട്ടിട്ടുണ്ട്. പെബിൾസ് എന്തായാലും വെള്ളത്തിൽ ഇട്ടിരിക്കണം. അത് വെള്ളത്തെ കൂളാക്കി നിർത്തും. അപ്പം അത് നല്ല രീതിയിൽ ഗ്രോത്തിന് സഹായിക്കും. ഇതന്ന് ചെയ്ത മറ്റേ ഒരു അറേഞ്ച്മെൻ്റ് ആയിരുന്നു. 6 സ്റ്റെം എടുത്തിട്ട് നമ്മളത് മെഷ് പോലെ ഒന്ന് സാറ്റിൻ റിബൺ വെച്ച് കെട്ടിക്കൊടുത്തിരുന്നു. അതും തന്നെ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. എല്ലാ സ്റ്റെമ്മിൽ നിന്നും 2-3 ഒക്കെ ഷൂട്ട്സ്, നല്ല ഹെൽത്തി ഷൂട്ട്സ് ഉണ്ടായിട്ട് വന്നിട്ടുണ്ട്. കാണാമല്ലോ, നമുക്കെല്ലാം കണ്ടോ, എല്ലാത്തേന്നും ഷൂട്ട്സൊക്കെ വന്നിട്ടുണ്ട്. നമ്മളൊരു ഓവൽ ഗ്ലാസ് ട്രേയിലിട്ടിട്ട് നാച്ചുറൽ സ്റ്റോൺസ് ഒക്കെ വെച്ചാണ് അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നാച്ചുറൽ സ്റ്റോൺസോ അല്ലെങ്കിൽ വാങ്ങിക്കുന്ന പെബിൾസോ നമുക്ക് ഉപയോഗിക്കാം. എന്തായാലും ഒരു സ്റ്റോൺ മസ്റ്റാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ജാനുവരിയിൽ, ഇപ്പോൾ 1 വർഷമായി ഈ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ട്, ഒരു സ്റ്റെം പോലും ഇതുവരെയും കേടായിട്ടില്ല. നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടിക്കൊടുത്തിരിക്കുന്ന ഒരു ലെയറിലുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ്. പിന്നെ ഗ്ലാസ് ബൗളും വൈറ്റും ബ്ലൂവും പെബിൾസും ഉപയോഗിച്ചിട്ടുണ്ട്. വേറെ പരിചരണം ഒന്നും ഇതിന് വേണ്ട. 1 മാസത്തിൽ ഈ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം. അഥവാ ഇടയ്ക്ക് വെള്ളം ഒത്തിരി കുറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മൾ 1 മാസം കഴിഞ്ഞ് വെള്ളം മാറുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ചൂടുള്ള വെള്ളമൊന്നും ടാപ്പിൽ നിന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ഡയറക്റ്റ് പിടിച്ചാൽ ഓവർഹെഡ് ടാങ്ക് വെള്ളം ചൂടായിരിക്കുന്ന കാരണം ചിലപ്പോൾ ടാപ്പിൽ കൂടെ ചൂടുവെള്ളം വരാൻ ചാൻസ് ഉണ്ട്. അതൊന്നും ഉപയോഗിക്കരുത്. തണുത്തിരിക്കണം. ഒന്നുകിൽ റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ കുറച്ചും കൂടെ തണുത്ത വെള്ളമായിരിക്കണം ഉപയോഗിക്കുന്നത്. പിന്നെ സ്റ്റോൺ എന്തായാലും ഉപയോഗിച്ചിരിക്കണം. അപ്പം നമ്മുടെ പ്ലാന്റ്സ് ഒന്നും തന്നെ ചീത്തയായി പോകുന്നതായിരിക്കത്തില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒത്തിരി ഡ്രൈ ക്ലൈമറ്റ് ആണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വാട്ടർ നമുക്ക് ഇതിൻ്റെ ലീഫിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നോർമൽ ക്ലൈമറ്റ് ആണെങ്കിൽ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ തന്നെ ഹെൽത്തി ലീവ്സ് ആയിട്ട് ഇരിക്കുന്നതാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഇങ്ങനത്തെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്യണം. 0 കോസ്റ്റ് ആണല്ലോ, നേരത്തെ പറഞ്ഞല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള ഈസി ടിപ്സ് നിങ്ങൾക്ക് റെഗുലറായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ചാനൽ കുക്കിംഗ് ചാനലാണ്. ഒതൻറ്റിക് കേരള റെസിപ്പീസും ഫ്യൂഷൻ ഡിഷസും ഒക്കെ നിങ്ങൾക്ക് റെസിപ്പീസ് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ഉടൻ തന്നെ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.